ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മളെന്തായാലും ബീച്ച് സൈഡിലേക്ക് കത്തിച്ച് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതാ വെച്ച് കഴിഞ്ഞാൽ R15 ആണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്, യമഹാൻ്റെ. ഈ വണ്ടിക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ് നമ്മുടെ ബെന്നി പറഞ്ഞത്. നമ്മുടെ ബെന്നിൻ്റെ ഷോറൂമിൽ നിന്ന് എടുത്ത് കിട്ടുക. ബെന്നി ഒരു നല്ല വണ്ടി ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ ബെന്നി നമ്മുടെ സിറ്റിയിലേക്ക്, ഇപ്പോൾ മൊത്തം ഇന്ത്യത്തെ വണ്ടികളാണ് ബെന്നി എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ലൊരു വണ്ടി വന്നപ്പോൾ യമഹാൻ്റെ വണ്ടി നമ്മൾ ബെന്നി ഫോം വിളിച്ചപ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വണ്ടി എങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നേരെ നമുക്ക് എന്തായാലും ബീച്ച് സൈഡിൽ പോകും ഗൈസ്. ബീച്ച് സൈഡിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബീച്ച് സൈഡിൽ പോകാം. ഇതെന്തോ ഒരു സംഭവം, എടാ ബീച്ചൊക്കെ മാറിയല്ലോ. ഞാൻ വന്നിട്ടൊക്കെ ഒരു വർഷമായിട്ടാണ്, അടുത്താണ് ബീച്ചെങ്കിലും, പക്ഷെ വന്നിട്ടൊക്കെ എടാ ഇവിടെ എന്താ റാമ്പോലൊക്കെ കുറേ. എടാ ഇത് വലിയൊരു സംഭവമാണല്ലോ. ഓ ഗൈസ്, ഇതെന്താ സംഭവം എന്നറിയില്ല. നമുക്കെന്തായാലും ചോദിച്ചോ കാര്യത്തെങ്കിൽ. ഗൈസ് ചോദിച്ചപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ റോൾസ് റോയ്സ് കിട്ടുന്ന പറഞ്ഞേക്കിന്. നമ്മളെന്തായാലും ഇതിൽ ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്കെന്തായാലും ഈ മിഷന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ഈ റാമ്പ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവർ വിന്നറിന് റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരാൾക്ക് 2 ചാൻസ് ആണ് കേട്ടോ. അപ്പം നേരെ നമുക്കെന്തായാലും നമ്മുടെ യമഹ വണ്ടി എടുത്തിട്ട് നേരെ തന്നെ ഈ മിഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പോയി. ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോൾസ് റോയ്സ് കിട്ടണത്. അത് വെറും റോൾസ് റോയ്സ് അല്ല, ഇതുവരെ നമ്മൾ കാണാത്ത ഗോൾഡൻ റോൾസ് റോയ്സാണ് ഗേസ് കിട്ടുന്നത്. നേരെ നമുക്കെന്തായാലും ഇത് നേരെ ഈ സംഭവത്തിൽ കയറ്റണം ഗേസ്. ഇതൊക്കെ ഒന്നുമല്ല, എനിക്കൊക്കെ നിസ്സാരമാണ്. ആ ഒരു അറ്റത്തൊരു ഇറക്കം കണ്ടാണ്ട് അവിടെ അതുവരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കിട്ടാം. ഓക്കെ, നമുക്കെന്തായാലും പയ്യെ പോവുക ഗേസ്. നമ്മുടെ R15 നീ ചതിക്കില്ലല്ലോ അല്ലേ. ഓ ഗേസ്, നമ്മുടെ ഇന്ത്യത്തെ ന്യൂ വണ്ടിയാണ്. ഓക്കെ, സേഫ് ലാൻഡിങ്. നമുക്കെന്തായാലും നേരെ തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ജയിച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ റോൾസ് റോയ്സ് ഒന്ന് സ്വന്തമാക്കി. പിന്നെ ഞാൻ റിച്ച് ബാബു ഗീസ്, റിച്ച് ബാബു. ഓക്കെ, അപ്പം നേരെ നമുക്കെന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ആക്കണം. ആഗ്രഹിക്കുന്നില്ല കൂടുതൽ, ഞാൻ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഔട്ടാവും അറിയാം. ഓക്കെ, അപ്പം നേരെ നമുക്കെന്തായാലും ജയിക്കണ വഴിയിലേക്ക് കടക്കാം ഗീസ്. ഓക്കെ, നേരെ നമുക്കെന്തായാലും ഒന്നുകൂടി ഇറങ്ങാം. സ്പീഡിൽ പോ മച്ചമ്പി, ഫ്രാങ്കിൾ കാ മച്ചമ്പി, ധൂമ് ചാലേ. ഓ ധൂമ് ചാലേ, പടച്ചോനെ. കുഴപ്പമില്ല, 2ാമത്തെ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതുവരെ എത്തിയാണ് ഗേസ്. പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല ഗേസ്. അവസ്ഥ കരഞ്ഞ് നമ്മൾ എവിടെ എത്തിയാണ് ഗേസ്, അറ്റത്തെത്തി. ശരി, കുഴപ്പമില്ല, 2ാമത്തെ ചാൻസ് ഉണ്ട്. അത്ര നമുക്കെന്തായാലും ട്രൈ ചെയ്യുക ഗേസ്. നമ്മുടെ ഗോൾഡ്സ് റോയ്സ് വെറും ആഗ്രഹമായിട്ട് പോകുമോ? നമുക്കെന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്യാം. നമ്മുടെ ഫ്രാങ്കിൽ ആഗ്രഹിക്കുമ്പോഴേ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത്. നേരെ നമുക്കെന്തായാലും ഗേസ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കണം കേട്ടോ, അത്രേ ഉള്ളൂ ആഗ്രഹം. ഫ്രാങ്കിൽ കാ മച്ചമ്പി, പെട്ടെന്ന് എടുക്കട എങ്ങനെയെങ്കിലും ഒന്നായി ഗോൾഡൻ റോൾസ് റോയ്സ് എടുക്കണം. നീയൊക്കെ എന്തിനാണ് ഫ്രാങ്കിൽ നിന്ന് പേര് വെച്ചിരിക്കുന്നത്? എടാ അടിപൊളി, വെറും റോൾസ് റോയ്സ് ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു ഗീസ്. ഒരു വണ്ടിയാണ് R15. ഞാൻ പോണു. നല്ല വണ്ടിയൊക്കെ തന്നെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.